ലോക്സഭയിലേക്ക് പെൺപടയിറക്കി കളിക്കാനൊരുങ്ങി മമതാ ബാനർജി. 42 സീറ്റിൽ 17 സീറ്റും ഇക്കുറി വനിതാ സ്ഥാനാർത്ഥികൾക്കാണ്. 33% സ്ഥാനാർത്ഥികൾ വനിതകളായിരിക്കും എന്ന ഒഡീഷ ചീഫ് മിനിസ്റ്ററും ബിജു ജനതാദൾ നേതാവുമായ നവീൻ പട്നായിക്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മാതൃകാപരമായ നിലപാടുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്സഭയിലേക്ക് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നവരിൽ 45% വനിതകൾ ആയിരിക്കും എന്നാണ് മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. വനിതകളെ സംബന്ധിച്ച് ഇത് അഭിമാനാർഹമായ നിമിഷമാണെന്നും ഈ പട്ടിക പ്രഖ്യാപിക്കാൻ സന്തോഷമുണ്ട് എന്നും മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. പശ്ചിമ ബംഗാളിന് പുറമെ ഒഡീഷയിലും ആസാമിലും ജാർഖണ്ഡിലും ബീഹാറിലും ആൻഡമാനിലും തൃണമൂൽ കോൺഗ്രസ് ചില സീറ്റുകളിൽ മത്സരിക്കും എന്നും മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ പ്രഖ്യാപനങ്ങൾ പാലിക്കണം എന്ന ആഹ്വാനത്തോടെയാണ് BJD 330% സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം നടത്തിയത്. പാർട്ടിയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൂട്ടാൻ എന്നും സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള നേതാവാണ് മമത. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, ആശയങ്ങളുടെ കൂടെ പോരാട്ടമാണെന്ന് ഉറപ്പു നൽകുന്നതാണ് മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. രാജ്യവ്യാപകമായി BJPക്കെതിരെ മുന്നണി രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത വ്യക്തി കൂടിയാണ് മമതാ ബാനർജി. രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ വനിതകൾ എത്തിക്കാനുള്ള മമതാ ബാനർജിയുടെ ശ്രമങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വ്യാപക പ്രോത്സാഹനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ സംസ്ഥാനങ്ങൾ വനിതകൾ ഉള്ള പല പാർട്ടികൾ പോലും സ്വീകരിക്കാത്ത നിലപാടാണ് 40% സീറ്റുകളിലധികം വനിതകൾക്ക് നൽകിക്കൊണ്ട് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ബംഗാളിൽ എല്ലാം മാറുകയാണെന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയത്തിനും ജാതി പ്രീണനത്തിനുമൊക്കെ മറ്റെവിടെയും എന്ന പോലെ ബംഗാളിലും വീണ്ടും വഴങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സിംഗൂരിന്റെയും നന്ദിഗ്രാമിന്റെയും ചെറുകളുടെ അധികാരത്തിലെത്തിയ മമതാ ബാനർജി ഇരിപ്പിടം സുരക്ഷിതമാക്കാൻ തുടങ്ങിവെച്ച ചെറുകിട ന്യൂനപക്ഷ പ്രീണനം ആയുധമാക്കി വൻതോതിലുള്ള ഭൂരിപക്ഷ പ്രീണനത്തിന് BJP കച്ചകെട്ടിയിറങ്ങിയതോടെ പ്രധാന യുദ്ധം മോദിയുടെ BJPയും ദീദിയുടെ തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് എന്ന മട്ടിലാവുകയാണ്. വിഭജന രാഷ്ട്രീയത്തിന്റെ മുറിവുകളിലൂടെ ഒരുപാട് ചോരയൊഴുകുന്നത് കണ്ടതാണ് ബംഗാളിലെ മണ്ണ്. അതുകൊണ്ടാകാം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മതാടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണ രാഷ്ട്രീയത്തിന് വംഗഭൂമിയിൽ സ്വീകാര്യതയില്ലായിരുന്നത്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ദ്വന്ദ്വത്തിന്റെ വൃദ്ധിക്ഷയങ്ങളിലൊക്കെയും രാഷ്ട്രീയ കാരണങ്ങളാണ് കൂടുതലും നിർണായകമായത്. ജനസംഖ്യയിൽ 28% മുസ്ലിങ്ങളുള്ള ഇവിടെ പക്ഷേ മുസ്ലിം സ്വതന്ത്രവാദ രാഷ്ട്രീയം വേരുപിടിച്ചിരുന്നില്ല. സാക്ഷര കേരളത്തിൽ പോലും ഇടത് വലത് മുന്നണികൾക്ക് ജാതി സംഘടനകളെ വിശ്വാസത്തിലെടുത്തും ആവശ്യങ്ങൾ പരിഗണിച്ചും മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണെങ്കിൽ ബംഗാളിന് അത്തരത്തിലുള്ള സമ്മർദ്ദ രാഷ്ട്രീയം അന്യമായിരുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനിടയിലാണ് മമതാ ബാനർജി വനിതകളെ ഇറക്കി അംഗത്തിനൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.